ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുളിയോഗരയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് അടുപ്പയിലേക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു പച്ച ചുവ മാറണം. പുളിക്ക് ഒരു വല്ലാത്ത വാസനയുണ്ട്. ആ വാസന നന്നായിട്ട് തിളച്ചാൽ മാത്രമേ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പുളിയുടെ പച്ചക്കുത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിലിങ്ങനെ മുന്നിട്ട് നിൽക്കും. അങ്ങനെ നന്നായിട്ട് തിളച്ച് ആ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം അത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നല്ലെണ്ണയോ നല്ലതാണ്. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു സ്പൂൺ മല്ലി ചേർക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മണി ഉലുവ ചേർക്കുക. ഒരു 5-6 കുരുമുളക്, ഒരു നുള്ള് ജീരകം, അതിനുശേഷം 3-4 പിരിയമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് ചെറുതീയിൽ ഇതെല്ലാം കൂടെ ഒന്ന് ചുവക്കെ വറക്കണം. ഒരു കാരണവശാലും കരിയരുത്. ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ചുവക്കെ വറുത്തെടുക്കുകയേ ചെയ്യാവൂ. അതല്ലെങ്കിൽ തീ നിർത്തിക്കോളൂ, തീ കൂടുതലാണെങ്കിൽ. പക്ഷേ കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് തണുത്തതിനു ശേഷം നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ ചോറിന് ഉപയോഗിക്കുന്ന പൊടി. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കണം. എന്നിട്ട് വേണം അത് പൊടിക്കാനായിട്ട്. ചൂടെണ്ണയിലേക്ക് ചേർത്താൽ മതി. ഏറ്റവും അവസാനം ചേർത്താൽ മതി. തീ നിർത്തിയതിന് ശേഷവും ചേർത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകിടുക. ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മുമ്പേ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, പുളിയും കല്ലുപ്പും കൂടി അത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കണം. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര അതും കൂടെ ചേർത്ത് ഇത് വീണ്ടും നന്നായിട്ട് തിളച്ച് ഇങ്ങനെ കുറുകണം. അതായത് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് മാറണം. ഒന്ന് കട്ടിയാകണം നന്നായിട്ട്. എന്ന് വെച്ചാൽ തീരെ സ്പൂണിലെടുക്കാൻ പറ്റാത്ത രീതിയിലല്ല, പക്ഷേ ഒന്ന് കട്ടിയാകുന്ന രീതിയിൽ ഇത് മാറ്റി വെക്കണം. നല്ല ഒരു കുഴമ്പ് പരുവത്തിൽ മാറ്റി വെക്കണം. അതിനുശേഷം വീണ്ടും ആ പാൻ തന്നെ അടുപ്പേ വെച്ച് വീണ്ടും എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർക്കുക. അതിനുശേഷം കപ്പലണ്ടി ചേർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പച്ച കപ്പലണ്ടി ആണെങ്കിൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർക്കണം. അതല്ല, വറുത്ത കപ്പലണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒന്ന് ചേർത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ഉണക്കമുളക് ചേർക്കുക, കായം ചേർക്കുക, കറിവേപ്പില ചേർക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയാണ്. പച്ചരിയോ സോനാ മസൂരിയോ എന്തെങ്കിലും, ഉപ്പ് ചേർക്കാതെ വേവിച്ചതാണ്. അതിലേക്ക് ആദ്യം നമ്മുടെ ആ പുളിയുടെ മിശ്രിതം, വളരെ കൊഴുത്ത പുളിയുടെ മിശ്രിതം അതിലേക്ക് ചേർക്കുന്നു. പിന്നീട് പൊടിച്ച് വെച്ച പൊടി അത് നമ്മൾ ചേർക്കുന്നു. കടുക് വറുത്ത് വെച്ച കപ്പലണ്ടിയും ഉഴുന്നുപരിപ്പും അതും ചേർക്കുന്നു. ഉപ്പ് ചേർക്കാതാണ് ചോറ് വേവിച്ചത്. കാരണം പുളിയുടെ കൂട്ടിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നു. അതിനുശേഷം ഈ ചോറിനകത്തേക്ക് ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അരിയിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു 85% ചോറ് വേകേണ്ടത്. വെന്ത് കുഴഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഏതെങ്കിലും കാരണവശാൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറിന് അല്പം നനവ് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ, കാരണം ഈ പുളിയുടെ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് അല്പം കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു നനവ് പോലെ തോന്നാം. ഒന്നും ഭയപ്പെടണ്ട. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് ഈ ചോറൊന്നിട്ട് ഒരു ചെറുതീയിൽ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ആ ജലാംശമൊക്കെ വറ്റിപ്പൊക്കോളും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അരിയുടെ വേഗമാണ്. ഒരു 85-90, അതായത് വെന്ത് കുഴയരുത്. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നിൽ നിന്നും വേർപെട്ട് നിൽക്കണം. ഇതാണ് തിരുപ്പതിയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രസാദം. തിരുപ്പതിയിലൊക്കെ വളരെ പ്രധാനമാണ് ഈ പുളിയോഗര. വളരെ സ്വാദിഷ്ടമാണ്, നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. ഇത് ഭഗവാന് നൈവേദ്യമായി വെക്കാം, ദേവിക്ക് നൈവേദ്യമായി വെക്കാം, നവരാത്രി ദിവസങ്ങളിൽ ഇത് നൈവേദ്യമായിട്ട് വെക്കാം, വിജയദശമിക്കും ദുർഗാഷ്ടമിക്കും മഹാനവമിക്കുമൊക്കെ ഇത് ദേവിക്ക് നൈവേദ്യമായിട്ട് വെക്കാം. ദേവിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.